നമസ്കാരം. സ്ത്രീ പുരുഷ ജന്മനക്ഷത്രങ്ങൾ തമ്മിലുള്ള പ്രധാനപ്പെട്ട പൊരുത്തങ്ങളും പൊരുത്തക്കേടുകളും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അവ എന്തൊക്കെയാണ്? ഇതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് വിവാഹബന്ധങ്ങൾ തുടങ്ങുന്നതിന് മുൻപേ തന്നെ. ആശ്വീന്ദ്രൗ യമം മിത്രഭേ ഹരിഹരൗ ശൂർപ്പാനലൗ വായ്വജൗ മൂലാഹി പിതൃഭൂഷണൗ ഗുരുജലേ ദേവപ്രസൂ വിശ്വഭേ ബുദ്ധ്ന്യർക്ഷാറിയമണൗ ദിനേശവരുണൗ ഭാദ്രാർഷഭാഗ്യേ മിഥോ വേദാനാർഹതി യോഗമൃക്ഷയുഗളം വസ്യുന്തു ചിത്രാത്രയം. വേദമുള്ള നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാർ തമ്മിൽ നടത്തുന്ന വിവാഹം അശുഭപ്രദമാകുന്നു എന്നാണ് അർത്ഥം. ഇനി വേദമുള്ള നക്ഷത്രങ്ങൾ, വേദം എന്ന് പറഞ്ഞാൽ നിഷിദ്ധം. അശ്വതി, തൃക്കേട്ട വേദമുള്ള നക്ഷത്രങ്ങളാണ്, പാടില്ല. ഭരണി, അനിഴം, തിരുവോണം, തിരുവാതിര, വിശാഖം, കാർത്തിക, ചോതി, രോഹിണി, മൂലം, ആയില്യം, മകം, രേവതി, പൂയം, പൂരാടം, പുണർദം, ഉത്രാടം, ഉത്രട്ടാതി, പൂരം, അത്തം, ചതയം, പൂരോരുട്ടാതി, ഉത്രം. ഈ പൂരോരുട്ടാതി, ഉത്രം എന്നീ നക്ഷത്രങ്ങളും അവിട്ടം, മകീര്യം, ചിത്ര എന്നീ 3 നക്ഷത്രങ്ങൾ തമ്മിലും ഭേദമുണ്ട്, നിഷിദ്ധമാണെന്നർത്ഥം. തുടർന്ന് ആലോചന നടത്തുവാനോ ബന്ധം തുടങ്ങുവാനോ പാടുള്ളതല്ല. ഇനി ഗേഹോക്തവേദവർഗേ ജന്മദ്യുതയം ച നേഷ്ടമിതി കേചിത് ഭൂതവിഹഗാദയോഫ്നേ ത്വദഃ പരം ചിന്തിത വ്യാശ്ച. ഇതിൻ്റെ അർത്ഥം, വേദവർഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാർ തമ്മിൽ വിവാഹം ചെയ്യുന്നതും അശുഭകരമാണെന്ന് ചില ആചാര്യന്മാർക്ക് അഭിപ്രായമുണ്ടെന്ന്. നക്ഷത്രങ്ങളുടെ ഭൂതം, പക്ഷി, മൃഗം മുതലായവ കൊണ്ടുള്ള മറ്റു വിവാഹയോഗങ്ങളെ കൂടി ചിന്തിക്കേണ്ടതെന്ന് അർത്ഥം. അതെല്ലാം അപ്രധാനമാകയാൽ തന്നെ ഇവിടെ പറഞ്ഞ പൊരുത്തങ്ങളെല്ലാം ചിന്തിച്ചതിന് ശേഷം മാത്രം വേണമെങ്കിൽ പരിഗണിക്കാവുന്നതാണ്. ഒന്നാമതായി മകീര്യം, ചിത്ര, അവിട്ടം എന്നീ 3 നാളുകളെ ഒഴിച്ചു നിർത്തുക. അത് 3 കൂടി വേദമാണല്ലോ. ബാക്കി 24 നക്ഷത്രങ്ങളെ മധ്യമരജ്ജുവിനെന്ന പോലെ 4 വീതം വിരൽ മടക്കി നിവർത്തിയാൽ, അതായത് കൈവിരൽ 4 വീതം മടക്കി നിവർത്തിയാൽ ഒരേ വിരലിൽ വരുന്നവ പരസ്പരം വേദങ്ങളാകും. ഇങ്ങനെയാണ് നിഷിദ്ധ നക്ഷത്രങ്ങളെ, വേദനക്ഷത്രങ്ങളെ കണ്ടുപിടിക്കുക. എന്നാൽ അവർക്ക് ഒരു ക്രമം വേറെയാണെന്ന് മാത്രം. ഈ ക്രമത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അശ്വം ചോദ്യാതിരാമൂലം മകം ചതയമീവ നന്നാൽ മടക്കി നിർത്തുമ്പോൾ ഒന്നിൽ വന്നവ വേദമാം. അശ്വതി മുതൽ 4 നക്ഷത്രങ്ങൾ വിരൽ മടക്കുകയും ചോതി മുതൽ വിരൽ നിവർത്തുകയും അതുപോലെ തിരുവാതിര തൊട്ട് മടക്കുകയും മൂലം തൊട്ട് നിവർത്തുകയും പിന്നെ മകം തൊട്ട് വീണ്ടും വിരൽ മടക്കുകയും ചതയം തൊട്ട് നിവർത്തുകയും ചെയ്യണം എന്ന് അർത്ഥം. ഇനി നമുക്ക് ജന്മനക്ഷത്രങ്ങൾ തമ്മിലുള്ള യോനി പൊരുത്തം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി സ്ത്രീ നക്ഷത്രങ്ങളും പുരുഷ നക്ഷത്രങ്ങളും അറിയേണ്ടതുണ്ട്. കാർത്തിക, രോഹിണി, മകീര്യം, തിരുവാതിര, പുണർദം, പൂരം, അത്തം, ചിത്തിര, അനിഴം, അവിട്ടം, ചതയം, ഉത്രട്ടാതി, രേവതി എന്നീ 13 നക്ഷത്രങ്ങളാണ് സ്ത്രീ നക്ഷത്രങ്ങൾ. ഓർത്തു വയ്ക്കണം. ഇനി പുരുഷ നക്ഷത്രങ്ങൾ: തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അശ്വതി, ഭരണി, പൂയം, ആയില്യം, മകം, ഉത്രം, വിശാഖം, പൂരുരുട്ടാതി, ചോതി എന്നീ 14 നക്ഷത്രങ്ങളാണ്. പുരുഷർ ഷഭവോ നാരീ നാറയർക്ഷജാ ശുഭൗ ഭവതഃ വിപരീത ഭവൗ നേഷ്ടൗ ദ്വാവപി നാറയർക്ഷജൗ തു മധ്യൗ സ്ഥത. ദ്വാവപി പുരുഷർഷഭവൗ നിന്യാ വിധിയോനി സംജ്ഞിതഃ കഥിതഃ. അതായത് പുരുഷ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷനും സ്ത്രീ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീയും തമ്മിലുള്ള വിവാഹമാണ് ഉത്തമം. ഇനി
പുരുഷ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീയും സ്ത്രീ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷനും തമ്മിലുള്ള വിവാഹം അധമം. അധമം എന്നാൽ ഫലം, ക്ലേശം. സ്ത്രീയും പുരുഷനും സ്ത്രീ നക്ഷത്രത്തിൽ ജനിച്ചവരാണെങ്കിൽ അവർ തമ്മിലുള്ള വിവാഹം മധ്യമമായി എടുക്കാം. സ്ത്രീയും പുരുഷനും പുരുഷ നക്ഷത്രത്തിൽ ജനിച്ചവരാണെങ്കിലോ അവർ തമ്മിലുള്ള വിവാഹം നിന്ദ്യമാണ്, നടത്താതിരിക്കുകയാണ് നല്ലത്. പൂരോരട്ടാദിയോണം ഭരണിയഹിഹയം പൂയമുത്രാടമുത്രം പൂരാടം കേട്ട ചോദീ മഘൗമത വിശാഖാഖ്യമൂലം പുമാന്മാർ. ഇനിയോ ഉത്രട്ടാദ്യാതിര കേൾ ചതയമനിഴവും രേവതി കാർത്തികാന്തം ചിത്രാവിട്ടം മകീരം പുണർദവും അതുപോൽ രോഹിണി പൂരവും സ്ത്രീ. അതായത് പരസ്പര ധാരണയും യോജിപ്പുമാണ് യോനീപുരുത്വത്തിൻ്റെ ഫലം. യോനീപുരുത്വത്തിൻ്റെ ഫലം സംതൃപ്തികരമായ സുഖാനുഭവവും സാമ്പത്തിക സുഖാഭിവൃദ്ധിയും ഉണ്ടാകുന്നു. കൂടാതെ ലൈംഗിക സംതൃപ്തിയോടൊപ്പം തന്നെ എല്ലാവിധ സ്വഭാവങ്ങളെയും യോനീപൊരുത്തം സൂചിപ്പിക്കുന്നു. ഇനി ഗണങ്ങളുടെ പൊരുത്തങ്ങൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നക്ഷത്രങ്ങളെ ദേവഗണമെന്നും മനുഷ്യഗണമെന്നും അസുരഗണമെന്നും 3 ആയി തരംതിരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ത്രീ പുരുഷന്മാർക്ക് പൊരുത്തമുണ്ടോ എന്ന് നോക്കുന്നതാണ് ഈ രീതി. സത്വഗുണപ്രധാന നക്ഷത്രങ്ങളെ ദേവഗണമെന്നും രജോ ഗുണപ്രധാന നക്ഷത്രങ്ങളെ മനുഷ്യഗണമെന്നും എന്നാൽ തമോ ഗുണപ്രധാന നക്ഷത്രങ്ങളെ അസുരഗണമെന്നും പറയുന്നു. ദേവഗണ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പൂയം, പുണർദം, തിരുവോണം, അനിഴം, ചോതി, അശ്വതി, അത്തം, രേവതി, മകീരം എന്നീ 9 നക്ഷത്രങ്ങൾ ദേവഗണങ്ങളാണ്. ഇനി മനുഷ്യഗണ നക്ഷത്രങ്ങളോ? പൂരം, പൂരാടം, പൂരൂരട്ടാതി, ഭരണി, രോഹിണി, തിരുവാതിര, ഉത്രാടം, ഉത്രം, ഉത്രട്ടാതി എന്നീ 9 നക്ഷത്രങ്ങൾ മനുഷ്യഗണങ്ങളുമാകുന്നു. ഇനി അസുരഗണ നക്ഷത്രങ്ങൾ കാർത്തിക, ആയില്യം, മകം, ചിത്ര, വിശാഖം, തൃക്കേട്ട, മൂലം, അവിട്ടം, ചതയം ഈ 9 നക്ഷത്രങ്ങൾ അസുരഗണങ്ങളുമാകുന്നു. ശുഭദം ഗണൈക്യമിതര നിന്ദ്യം പ്രായോ വിശേഷമിഹ വക്ഷ്യേ ദേവഗണോത്തേ പുരുഷേ മാനുഷഗണസംഭവാപി ശുഭദാസ്ത്രീ. സ്ത്രീ പുരുഷന്മാർ ഒരേ ഗണത്തിൽ ജനിച്ചവരാണെങ്കിൽ ശുഭപ്രദമാകുന്നു. 2 പേരും 2 ഗണത്തിൽ ജനിച്ചവരാണെങ്കിൽ നിന്ദ്യവുമാണ്. ചില വിശേഷങ്ങളുമുണ്ട്. ദേവഗണത്തിൽ ജനിച്ച പുരുഷനാണെങ്കിൽ മനുഷ്യഗണ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീയായാലും ശുഭപ്രദം തന്നെയാണ്. ഇനി പുരുഷൻ അസുരഗണത്തിൽ ജനിക്കുകയും മനുഷ്യഗണത്തിൽ ജനിച്ച സ്ത്രീയുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അത് മധ്യമമായി എടുക്കാവുന്നതാണ്. മനുഷ്യഗണത്തിൽ ജനിച്ച പുരുഷൻ ദേവഗണത്തിൽ ജനിച്ച സ്ത്രീയെ എടുക്കുന്നത് നിന്ദ്യമാണ്. പക്ഷേ ചില ദൈവജ്ഞന്മാർ, ജ്യോതിശാസ്ത്രജ്ഞർ ഇത് മധ്യമമായി എടുക്കുന്നുണ്ട്. കാരണം മനുഷ്യൻ ദേവകളെ പൂജിക്കുന്നത് പോലെ പുരുഷൻ സ്ത്രീയെ, അതായത് ഭാര്യയെ പൂജിക്കുമെന്ന് കരുതുന്നു. ഇനി അസുരഗണോക്ത നാരി കഷ്ടതരാ മാനുഷോത്ഭവേ പുരുഷേ നാത്യശുഭാ സാപി സ്യാത് സ്ത്രീ ദീർഘേ വാപി സൂക്ഷ്മഗണൈക്യേ. മാനുഷഗണജാതനായ, അതായത് മനുഷ്യ ഗണത്തിലുള്ള പുരുഷൻ അസുരഗണജാതയായ സ്ത്രീയെ വിവാഹം ചെയ്യുന്നത് അത്യന്തം ദോഷകരമാണ്. സ്ത്രീ ദീർഘമോ സൂക്ഷ്മ നക്ഷത്ര ഗണൈക്യമോ ഉണ്ടെങ്കിൽ ഒടുവിൽ പറഞ്ഞ ഈ ദോഷത്തിൻ്റെ ശക്തി കുറച്ച് കുറയുകയും ചെയ്യും. ഇനി ഗണപ്പൊരുത്ത നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗണപ്പൊരുത്ത നിയമങ്ങൾ നിർബന്ധമായും പാലിക്കേണ്ടത് തന്നെയാണ്. സ്ത്രീ നക്ഷത്രവും പുരുഷ നക്ഷത്രവും ഒരേ ഗണമായാൽ ഗണപ്പൊരുത്തം ഉത്തമമായെടുക്കാം. സ്ത്രീ നക്ഷത്രം മനുഷ്യഗണം, പുരുഷ നക്ഷത്രം ദേവഗണം പൊരുത്തമുണ്ട്. സ്ത്രീ നക്ഷത്രം മനുഷ്യഗണം, പുരുഷ നക്ഷത്രം അസുരഗണം ഗണപ്പൊരുത്തം മധ്യമമാണ്. ഇനി സ്ത്രീ നക്ഷത്രം ദേവഗണം, പുരുഷ നക്ഷത്രം മനുഷ്യഗണം ഗണപ്പൊരുത്തം അധമം. ഭയമാണ് ഉണ്ടാവുക. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ചില ജ്യോതിശാസ്ത്രജ്ഞൻ അതിനെ മധ്യമമായി എടുക്കുന്നുണ്ട്. കാരണം നേരത്തെ പറഞ്ഞതാണ്, മനുഷ്യൻ ദേവതകളെ പൂജിക്കുന്നത് പോലെ തന്നെ തൻ്റെ ഭാര്യയെ പൂജിക്കുമെന്ന് കരുതി. ഇനി സ്ത്രീ നക്ഷത്രം രാക്ഷസഗണം,
പുരുഷ നക്ഷത്രം മനുഷ്യഗണം, പൊരുത്തമില്ല, എടുക്കാനേ പാടുള്ളതല്ല. സ്ത്രീ നക്ഷത്രം ദേവഗണവും പുരുഷ നക്ഷത്രം രാക്ഷസഗണവുമായാലോ നിന്ദ്യം, കലഹം, ഫലം പാടില്ല. സ്ത്രീ നക്ഷത്രം രാക്ഷസഗണവും പുരുഷ നക്ഷത്രം ദേവഗണവുമായാൽ പൊരുത്തം ഒട്ടും തന്നെയില്ല, മരണം ഫലം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പൊരുത്തമാണ് വശ്യപ്പൊരുത്തം. മേടത്തിന് വൃശ്ചികവും ചിങ്ങവും വശ്യമാണ്. ഇടവത്തിന് കർക്കിടവും തുലാവും വശ്യം. മിഥുനത്തിന് കന്നി, കർക്കിടകത്തിന് വൃശ്ചികവും ധനുവും വശ്യമാണ്. ചിങ്ങത്തിന് തുലാം വശ്യം, കന്നിക്ക് മിഥുനവും മീനവും വശ്യമാണ്. തുലാമാസത്തിന് മകരവും കന്നിയും വശ്യമാണ്. വൃശ്ചികത്തിന് കർക്കിടകം വശ്യം, ധനുവിന് മീനം വശ്യം, മകരത്തിന് കുംഭവും മേടവും വശ്യം, കുംഭത്തിന് മേടം വശ്യം, മീനത്തിന് മകരം വശ്യം. സ്ത്രീയുടെയും പുരുഷൻ്റെയും രാശികൾ, അതായത് ചന്ദ്രരാശികൾ എന്ന് പറയും, കൂറുകൾ പരസ്പരം വശ്യരാശികളായിരിക്കുന്നത് ശുഭപ്രദമാകുന്നു. ഇനി സ്ത്രീയുടെ ചന്ദ്രരാശിക്ക് പുരുഷൻ്റെ ചന്ദ്രരാശി വശ്യമായിരുന്നാൽ വശ്യപ്പൊരുത്തമുണ്ടെന്ന് പറയാം. പുരുഷൻ്റെ ചന്ദ്രരാശിക്ക് സ്ത്രീയുടെ ചന്ദ്രരാശി വശ്യമായിരുന്നാൽ വശ്യപ്പൊരുത്തമുണ്ട്. സ്ത്രീയുടെ ചന്ദ്രരാശിയിൽ നിന്നോ പുരുഷൻ്റെ ചന്ദ്രരാശിയിൽ നിന്നോ വശ്യരാശി വന്നാൽ വശ്യപ്പൊരുത്തമുണ്ടാകുന്നു. അതുകൊണ്ട് വശ്യോ തന്യോന്യ വശ്യതയെ എന്നുള്ള പ്രയോഗം തന്നെയുണ്ട്. ദ്വയാർത്ഥ പ്രയോഗത്തിലുള്ള ഈ വരിക്ക് രണ്ടു പ്രകാരത്തിൽപ്പെടുന്ന അർത്ഥവ്യാഖ്യാനമുള്ളതിനാൽ വശ്യപ്പൊരുത്തത്തിൽ ദമ്പതികൾക്ക് അന്യോന്യം മനോരമ്യത, അതായത് പരസ്പരാകർഷണം ഭവിക്കാനിടയാകുന്നു. സമസപ്തമോ വശ്യ എന്നുള്ളതിനാൽ ലഗ്നാലോ ചന്ദ്രനാലോ ഉണ്ടാകുന്ന സമസപ്തമം കൊണ്ട് പരസ്പരം വശ്യം ആകർഷിക്കപ്പെടുന്ന സ്നേഹം ഉണ്ടാകുന്നതാണ്. സംപ്രീതി സമസപ്തമേ എന്ന രാശിപ്പൊരുത്തത്തിൽ സൂചിപ്പിക്കുന്നതിനനുസരിച്ച് ദമ്പതികൾ തമ്മിൽ സ്നേഹത്തിനിടയാകുന്നതാണ്. ഇനി ഈ വശ്യപ്പൊരുത്തം പരിഹാരമാകുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ഷഷ്ടാഷ്ടമ ദോഷത്തിന് പരിഹാരമാണ് വശ്യപ്പൊരുത്തം. ഇനി യോനീപ്പൊരുത്തമില്ലായ്മയ്ക്കും വശ്യപ്പൊരുത്തം പരിഹാരമാണ്. വശ്യപ്പൊരുത്തമുണ്ടെങ്കിൽ മറ്റു പൊരുത്തങ്ങളില്ലെങ്കിലും ദോഷമില്ല എന്നും പറയപ്പെടുന്നു. സ്ത്രീ പുരുഷന്മാർ തമ്മിൽ വശ്യപ്പൊരുത്തമുണ്ടെങ്കിൽ എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാലും എന്ത് കാരണങ്ങളായാലും അവർ തമ്മിലുള്ള ബന്ധം സുദൃഢമായി ഇരിക്കുകയും വേർപെടുക ഇല്ലെന്നത് വിദഗ്ധമതവുമാണ്. അഗ്നിഹോത്രി ജീവിത നിയോഗ പ്രവചനങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാനും നിങ്ങളുടെ ജീവിതത്തിലെ കർമ്മദോഷങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ശരിയായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനുള്ള അർഹത നേടിത്തരാനും ഈശ്വരൻ നിയോഗിക്കപ്പെട്ട ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ വിദ്യാഭ്യാസം, തൊഴിൽ, ബിസിനസ്, വിദേശയാത്ര, പ്രണയം, വിവാഹം, കുടുംബം, സന്താനങ്ങൾ തുടങ്ങി വ്യക്തിപരമായ കാര്യങ്ങളും സമൂഹം, രാഷ്ട്രീയം എന്നിങ്ങനെ എല്ലാ മേഖലകളിലുമുള്ള കാര്യങ്ങളെക്കുറിച്ചും വിശദമായി മനസ്സിലാക്കുവാനും ജീവിത പുരോഗതിയിലേക്ക് നയിക്കപ്പെടാനുമുള്ള ഭാവി കാര്യങ്ങൾ, ഭാവി കർമ്മങ്ങൾ ചെയ്തു തീർക്കാനുമായി ഇന്നു തന്നെ ഞങ്ങളെ ബിസിനസ് വാട്സപ്പിൽ കൂടിയോ ഇമെയിലിൽ കൂടിയോ ബന്ധപ്പെടും. ഫോൺ നമ്പർ, ഇമെയിൽ എന്നിവ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അഗ്നിഹോത്രി ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.